ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമദാൻ ഡേ 20 ആണല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ടൈപ്പ് സമൂസ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമൂസയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചീസൊക്കെ ഫിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സമൂസ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണണം. അപ്പോൾ സമൂസയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മസാല തയ്യാറാക്കുന്നതിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് 2-4 വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അതിൻ്റെ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്കിത് വെളുത്തുള്ളിയുടെ ഒക്കെ കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബീഫിന് പകരം നമുക്ക് ചിക്കനും ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ റോ ചിക്കൻ തന്നെ ആഡ് ചെയ്യുക. ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളി വാടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തായി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ചിക്കൻ ഒന്ന് കുക്കായതിന് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പെരുംജീരകം പൊടിയും അതുപോലെ ഗരം മസാലയും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു വലിയ സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊന്നും നമ്മൾ വാട്ടിയെടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അത് സവാളയുടെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു സമൂസ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മുടെ മൊസറല്ല ചീസുമാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ സമൂസ ഷീറ്റിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സമൂസ ഷീറ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. നമുക്കിങ്ങനെ ഷീറ്റ് ഉണ്ടാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ ഷീറ്റായി മടക്കി അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സമൂസയൊക്കെ സാധാരണ റോൾ ചെയ്ത് കൊടുക്കുന്നത് പോലെ അതൊന്ന് മടക്കി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിതുപോലെ ഒട്ടിച്ച് നമുക്ക് എല്ലാ സമൂസയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നല്ലൊരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സമൂസകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 സൈഡ് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ നന്നായി കുക്കായത് കൊണ്ട് നമുക്ക് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാനുള്ള ടൈം എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. 2 സൈഡ് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതൊക്കെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഞാൻ അടുത്ത സെറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അടിപൊളി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെയുള്ള സമൂസ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ വെച്ചും മീറ്റ് വെച്ചും അതുപോലെ ഫിഷ് വെച്ചും ഒക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള സമൂസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.